തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഞാൻ സൗജന്യമായി യാത്ര ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ സൗജന്യമായി യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്പേസ് സർക്കാർ അങ്ങ് ഏറ്റെടുക്കുക. സർക്കാർ ഏറ്റെടുത്തിട്ട് ഇതൊരു കമ്പനിക്ക് കൊടുത്തിട്ട് പറയുകയാണ് ഇനി നീ കാശ് വാങ്ങിച്ചോ എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം എന്താ പറയുക, അതിനെ പറയാൻ വാക്കുകളില്ല. അപ്പോൾ ടോൾ റോഡ് എങ്ങനെയാണ് വേണ്ടത്? വിദേശ രാജ്യങ്ങളിൽ ടോൾ റോഡ് അല്ലയോ എന്ന് ചോദിക്കും. അവിടെ എങ്ങനെയാണ് ടോൾ റോഡ് വേണ്ടേ? ടോൾ റോഡ് പുതിയതായിട്ട് പണിതോളൂ, പുതിയ റോഡ് പണി. ഇപ്പം നമുക്കറിയാം, കുറേ സ്ഥലങ്ങൾ ഏറ്റെടുത്തിട്ട് പുതിയ റോഡ് ഒരു കമ്പനി പണിയുന്നു. ഇന്ന് വരെ അവിടെ അതുവഴി റോഡില്ല. പുതിയ സ്ഥലം ഏറ്റെടുത്ത് പുതിയ റോഡ് പണിതിട്ട് കമ്പനി പറയുകയാണ് ഇനി ഈ റോഡിൽ കയറണമെങ്കിൽ നീ ടോൾ കയറണം എന്ന് പറഞ്ഞാൽ അന്തസ്സ്. സൗജന്യമായി യാത്ര ചെയ്തുകൊണ്ടിരുന്ന സാധനം നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാ നികുതിയും വാങ്ങിച്ച്, എല്ലാ ടാക്സും വാങ്ങിച്ച്, റോഡിൽ ഇറങ്ങുന്നതിന് നികുതി, പെട്രോളിന് നികുതി, അതെല്ലാം വാങ്ങിച്ചതിന് ശേഷം ആ കാശ് ഉപയോഗിച്ച് എനിക്ക് സൗജന്യ റോഡ് തരേണ്ട ഒരു സർക്കാർ അത് ഏറ്റെടുത്ത് കൊടുക്കുന്നത് അങ്ങേയറ്റം മോശമല്ലേ? ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ടോൾ റോഡുകളുണ്ട്, അത് പുതിയ റോഡാണ്. അപ്പോൾ കേരളത്തിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, കേരളത്തിൽ കമ്പനിക്ക് റോഡ് കൊടുത്തിട്ട് ഇതുവഴി റോഡ് പണിത്, പക്ഷേ അങ്ങനെ ഏറ്റെടുക്കാൻ നമുക്ക് സ്ഥലമില്ല. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഇപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ ഭീകരത വരാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ടോൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു 100 കിലോമീറ്റർ ചേർന്നായിരിക്കുമല്ലോ. ഇപ്പോൾ ഒരു 100 കിലോമീറ്റർ കൊല്ലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് 100 കിലോമീറ്റർ ആകുമ്പോൾ ടോൾ ഗേറ്റ് വരുന്നത്. ഇപ്പോൾ ഞാൻ കൊല്ലത്തുനിന്ന് എറണാകുളം വരെ പോകുന്നത് ഞാൻ ടോൾ കൊടുക്കണം. ഈ 100 കിലോമീറ്ററിന് ഉള്ളിൽ യാത്ര ചെയ്യുന്ന മനുഷ്യരില്ലേ, അതായത് ഇപ്പോൾ ടോൾ കഴിഞ്ഞിട്ട് ഒരു എൻട്രി വഴി അകത്ത് കയറി എന്നിട്ട് അടുത്ത ടോൾ എത്തുന്നതിന് മുമ്പ് പുറത്തിറങ്ങുന്ന മനുഷ്യരുണ്ടല്ലോ, അവർക്ക് കൊടുക്കണം. യൂട്ടിലിറ്റി ചാർജ് എന്നതിന് പറയുക. അതായത് അതിൽ കയറി കഴിയുമ്പോൾ മേളിൽ നിന്ന് സ്കാൻ ചെയ്ത്, അതായത് നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് പോലെ സംവിധാനം ഒട്ടിച്ച് അതിൽ കയറാൻ പറ്റും. അതിൽ കയറിയാലും പൈസ കൊടുക്കണം. നിനക്ക് ആകെ സർവീസ് റോഡാണ്, നീ അതുവഴി പൊക്കണം. നീ ഇതുവഴി കയറിയാൽ, നിൻ്റെ കാല് കുത്തിയാൽ, നിൻ്റെ വാഹനം അത് ഉരുണ്ടാൽ നീ പൈസ കൊടുക്കണം. അപ്പം നമ്മൾ വിചാരിക്കുന്ന നല്ല റോഡ് വരത്തില്ലേ, നല്ല റോഡ് വരുമ്പോൾ നമുക്ക് ഗതാഗതം നമുക്ക് സുഗമമായി യാത്ര ചെയ്തുകൂടെ, പെട്രോളിൻ്റെ ചിലവ് കുറയത്തില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറയുന്നത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ സൗജന്യമായി എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന അവകാശം എടുത്ത് കൊടുത്തതിന് ശേഷം, ഇപ്പം സ്വകാര്യ കമ്പനികൾ കൺസ്ട്രക്ഷൻ നടത്തി വലിയ ബിൽഡിങ്ങുകൾ പണിയും. ബിൽഡിങ്ങുകൾ പണിതിട്ട് അവർ പറയുന്നത് ഞാൻ ഫ്ലാറ്റ് പണിതിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് വാങ്ങാം. നമ്മൾ പോയി വാങ്ങുന്നു, താമസിക്കുന്നു. ഞാൻ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വീട്ടിൽ നാളെ എൻ്റെ അപ്പൻ ഈ വീടെടുത്തൊരു കമ്പനിക്ക് കൊടുത്തിട്ട്, ഞാൻ ഇത്രയും നാളും അവിടെ സൗജന്യമായിട്ട് എനിക്കുണ്ടായിരുന്ന ലാൻഡ് എടുത്ത് കൊടുത്തതിന് ശേഷം അവിടെ ഒരു കമ്പനി വന്നൊരു സാധനം പണിതിട്ട് ഇനി ഇവിടെ താമസിക്കണമെങ്കിൽ നീ പൈസ 60 പറയുന്ന പരിപാടിയായത്. അപ്പം ടോളെന്ന് പറയുന്നത് നമ്മൾ അവിടെ ഒട്ടിച്ച് വെച്ച് ടോളിന് 60-70 രൂപ കൊടുക്കുന്നതല്ല പ്രശ്നം. ഇതൊരു വലിയ ജനകീയ പ്രശ്നമാണ്. ഇത് ഈ രാജ്യത്ത് മാത്രമേ നടക്കുന്നുള്ളൂ.